ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീടിൻ്റെ കുറച്ച് പണികളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതായിരുന്നു നമ്മൾ എന്താ പറയുക, ഈ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ കൊനാമി അങ്ങനെ നടത്തി. എന്താ പറയുക, കോഴികളായാലും കുറേ കാർഡുകളായാലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ എന്താ പറയുക, സെപ്റ്റംബർ ഒരു പകുതിയോടെ നമ്മുടെ ഒരാഴ്ച മെയിൻ്റെനൻസ് ആയിട്ട് കൊനാമി വരുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പം എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്വാഡൊന്നും ചേഞ്ച് ആയിട്ടില്ല, പഴയ സ്ക്വാഡ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയായിരുന്നു. ഗുണ്ടേഗൻ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബ്രൂണോനെ ഞാൻ പഴയ ബ്രൂണോനെ തന്നെ വീണ്ടും തിരിച്ചെത്തിച്ചു, റിവാൾഡോനെ മാറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. അതുപോലെ നോക്കുകയാണെങ്കിൽ അപ്പോഴത്തേനും ഗൈസ് നമ്മുടെ റൊണാൾഡോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ മെസ്സി ഫാനോ റൊണാൾഡോ ഫാനോ ആരുടെ ഫാനാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റൊണാൾഡോ യൂട്യൂബ് തുടങ്ങിയതിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കുകയാണെങ്കിൽ എന്താ പറയുക, സെറ്റാണ്. കാരണം ഈ ഒരു മാച്ച് നോക്കാം, നമ്മുടെ ഓപ്പോണ്ടൊക്കെ ആരായിട്ടാണ് വരുന്നതെന്നെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പം നോക്കുകയാണെങ്കിൽ റെഡി ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ഗൈസ് എനിക്കിപ്പോൾ തോന്നുന്നത് നമുക്ക് ഫസ്റ്റ് ഹാഫ് നമുക്ക് ഹെർണാണ്ടസിനെയും റുഡ്രിഗറിനെ ഇറക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മൾ സേഫ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഓപ്പോണ്ട് ആരാന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കുകയാണെങ്കിൽ 4-1-2-3 ആണ്. അത്യാവശ്യം നല്ലൊരു സ്ക്വാഡാണ്. സ്വാബിയുടെ ലെവൻഡോസ്കിയാണ് ക്യാപ്റ്റൻ. ഓക്കെ ഗൈസ്, അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്താണെന്നറിയില്ല, കൊനാമീൻ്റെ നമ്മുടെ ഫോർമേഷനൊക്കെ സ്ക്രിപ്റ്റിംഗ് പോലെയാണ്. കാരണം ഒന്നിൽ വേറെയും കാരണം അത് നിങ്ങളുടെയും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ മാച്ചിന് പോയിട്ടുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം എന്താണ്. അപ്പം നമ്മളെന്തായാലും ഇതുപോലെ ഇനി വീഡിയോ ഉറപ്പായിട്ട് സെറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു, കുറച്ച് വോയിസ് പ്രശ്നമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇനി അങ്ങനത്തെ ഒന്നും പ്രശ്നം വരില്ല. കാരണം വീടിൻ്റെ ചെറിയൊരു ആവശ്യമായതുകൊണ്ട് നമ്മൾ രാത്രിയായിരുന്നു കൂടുതൽ വീഡിയോകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം റെഡി ആയിട്ടുണ്ട് പാൻസെർവർ FC വേഴ്സസ് നമ്മുടെ സാബി അലോൺസോ ഗൈസ്. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഏകദേശം സാബി അലോൺസോൻ്റെ മാനേജർ തന്നെയാണ് സെറ്റ് ചെയ്ത് വരുന്നത്. അവരുടെയാണ് ഫസ്റ്റ് ടച്ച്. അപ്പോൾ നമുക്ക് നോക്കാം. ലെവൻഡോസ്കി ജേഴ്സിയൊക്കെ സെറ്റ് ആട്ടോ. റൈസ് ടു റുഡ്രിഗർ ടു ചെലഹനല്ലു, ഹെർണാണ്ടസ് ടു നെയ്മർ, ചെലഹനല്ലു, റൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും നമ്മുടെ മാൽഡീനി പാക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. എംബാപ്പെ, ഓക്കെ, റുഡ്രിഗർ ഗൈസ്. പിന്നെ അതുപോലെ തന്നെ മറഡോണ കിട്ടിയിട്ടില്ല. ഓക്കെ, റൈസ്, ബെർഗംബ്, ഇതൊക്കെ പുതിയ പ്ലെയർ. റുഡ്രിഗർ ഗൈസ്. അപ്പം മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട്. മെസ്സി ഒരു നല്ല പാസ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രീസ്മാൻ, ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്രീസ്മാൻ ടു റൈസ് ഗൈസ്. ചെക്കൻ അവിടെ കയറി വന്നുകൊണ്ടല്ലേ ഇപ്പം കിട്ടിയത്. ചെലഹനല്ലു ടു നെയ്മർ, ഹെർണാണ്ടസ്. നല്ലൊരു പാസ്. നെയ്മർ സ്കില്ലിടുന്നു. ഓക്കെ, നെയ്മർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ത്രോ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും നമ്മുടെ പുതിയ പാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും 2 പ്രാവശ്യം ട്രൈ ചെയ്തു ഗൈസ്. പിന്നെ പൈസ എങ്ങനെ കളയണ്ടെന്ന് വെച്ചാൽ മെസ്സി, ഓക്കെ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ, ഓക്കെ, ത്രൂ പാസ്. റുഡ്രിഗർ, റൈസ് ടു നെയ്മർ ടു ചെലഹനല്ലു, ബെർഗാമ്പ്, ഓക്കെ, എംബാപ്പെ ടു ലെവൻഡോസ്കി. നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. വാൽവെർഡെ അടിച്ചു കളയുന്നു ഗൈസ്. അവിടെ ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങാനും അടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെലഹനല്ലു, ഹെർണാണ്ടസ് ഗൈസ്. അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് എത്രാമത്തെ ട്രൈയിലൊക്കെയാണ് കിട്ടിയത്. ഒരു ഷോട്ടാണ് തോക്കുന്നത്. എൻ്റെ മോനെ പണിയായില്ല എംബാപ്പെ. ഗൈസ്, നമ്മുടെ ഗോളി എന്തായാലും നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു മാച്ചിൽ. അപ്പോൾ നിങ്ങളുടെ ഗോളി ആരാന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. കാരണം എനിക്ക് തോന്നുന്നത് പീറ്റർ കച്ചും മാലിനിയോൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ സെറ്റാണ്. റുഡ്രിഗറിന് കിട്ടിയിട്ടുണ്ട്. ചെക്കനെ ഇറക്കിയത് എന്തായാലും ഗുണമായിട്ടുണ്ട് ഗൈസ്. ഇതെന്താ ബാക്കോട്ടൊക്കെ അടിച്ചു വിടുന്നത്. എംബാപ്പെ, ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഹെർണാണ്ടസ് ഒരു ത്രൂ പാസ് കൊടുക്കുന്നു. മറഡോണ ടു വൈറ്റ് അത് വേണ്ടായിരുന്നു. കിട്ടി. എൻ്റെ പൊന്നെ ഗൈസ്, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചിലപ്പോഴൊക്കെ പറ്റാറുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ത്രോ പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എടുക്കാൻ പറ്റില്ല, അങ്ങനെ നമ്മൾ മുമ്പേ ഞെക്കിപ്പോകും. അതാണ് ഒരു പറ്റുന്നത്. ജെറാഡ്, റുഡ്രിഗർ, നെയ്മർ ടു കിട്ടിയിട്ടുണ്ട്. മാർക്കിനസ്, വൈറ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. കിട്ടിയിട്ടുണ്ട്. മറഡോണ, ഓക്കെ, റൈസ്, ഡിഡ ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാച്ചുകളിൽ ഡിഡയാണ് കൂടുതലും ഇറക്കി വരുന്നത് ഓപ്പോണൻറ്റുകൾ. എന്താണെന്നറിയില്ല. നിങ്ങളെന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മറഡോണ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. റുഡ്രിഗർ, ഓക്കെ, ഹെർണാണ്ടസ്, നെയ്മർ, ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. മിക്കവാറും ഹാഫ് ടൈമിന് ശേഷം ഓരോ മാന്ത്രിക പ്രകടനം നമുക്ക് കാണാൻ കഴിയും. ലെവൻഡോസ്കി, എംബാപ്പെ, എൻ്റെ പൊന്നോനെ, ഗുണ്ടകൻ,
ഗ്രീസ്മാൻ ഓക്കെ ത്രൂ പാസ്. എൻ്റെ പൊന്നെ മാർട്ടിനസ്, ബെർക്കാംപ്, ലെവൻഡോസ്കി, എംബാപ്പെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഷോട്ട് അടിക്കാനുള്ള പരിപാടിയായിരുന്നു. കിമ്മിച്ചിട്ട് ബെർക്കാംപ് ഒരു ഇത് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ എംബാപ്പെ, എൻ്റെ മോനെ ഈ വൈറ്റ് ഇപ്പം അത് അടുത്തത് പോയാനെ. വാൽവerde, മെസ്സി ഒരു ത്രൂ പാസ്. മറഡോണ ഓക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്. ചലഹനല്ലു ഓക്കെ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഒരു ത്രൂ പാസ് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മറഡോണ ബാക്കോട്ട്, എടാ ചലഹനല്ലു, നെയ്മർ ഇതൊക്കെ നോക്കട്ടെ. എൻ്റെ പൊന്നെ മാർക്കിനസ്, വൈറ്റ് ഓക്കെ മറഡോണ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഈടാ കിമ്മിച്ച് ഗൈസ്. അപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ഓപ്പോണൻ്റോട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നോക്കുകയാണെങ്കിൽ ഷോട്ട് അവർ 4 ഷോട്ടും നമ്മൾ 0, ഒന്നും അടിക്കാൻ പറ്റിയില്ല. അവരെന്തായാലും ഫൗളുകളൊന്നും ആർക്കുമില്ല. ഒരു കോർണർ കിക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പാസസ് ആണെങ്കിൽ 57, നമ്മൾ 34. സക്സസ്ഫുൾ പാസ് ആണെങ്കിൽ 49. ഓക്കെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സബിലേക്ക് ഇറക്കാം. ബെക്കംബറൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ബ്രൂണോ, നെയ്മറിനെ എന്തായാലും നമുക്ക് ഇറക്കാം. ഗ്രീസ്മാൻ ഇവരെ സെറ്റാണ് നെയ്മറിന്. അപ്പോൾ നമ്മളെന്തായാലും മാച്ചിലേക്ക് കിടന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഹാഫ് ടൈമിന് ശേഷം എന്തായാലും ഉറപ്പായിട്ട് നമ്മളൊരു ഗോൾ അടിച്ചിരിക്കും. നോക്കാം. മെസ്സി ടു ജെറാഡ് ടു റോഡ്രിഗർ ടു ഹെർണാണ്ടസ് ഗൈസ്. കഴിഞ്ഞൊരു മാച്ചിൽ എന്താ പറയുക കിട്ടിയിട്ടുണ്ട്. നെയ്മർ ടു ഹെർണാണ്ടസ്, നെയ്മർ എടാ ഓക്കെ എംബാപ്പെ, ഡിബ്രൂണിന്ന് കിട്ടി. ഓക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഗുണ്ടേഗൻ, ഹെർണാണ്ടസ്, ബെർക്കാംപ് കിട്ടിയിട്ടുണ്ട്. ലെവൻഡോസ്കി ഓക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ജെറാഡ് ഒരു നൈസ് പാസ്. മെസ്സി, വാൽവerde ഒരു ത്രൂ പാസ്. മറഡോണ ബാക്കോട്ട്, വൈറ്റ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ ബാക്കോട്ട് ഓക്കെ വൈറ്റ് ഓക്കെ ഒരു ഷോട്ട്. എടാ നല്ലൊരു ഷോട്ടായിരുന്നു. പക്ഷെ കുറച്ചധികം പാസ് കൊടുത്താൽ മതിയായിരുന്നു. ത്രൂ പാസ് വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. റോഡ്രിഗർ ടു ഹെർണാണ്ടസ് ടു ചലഹനല്ലു കിട്ടിയിട്ടുണ്ട്. മെസ്സി ഈ ത്രൂ എൻ്റെ മോനെ റൈസ് ടു കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ഓക്കെ നല്ലൊരു ചാൻസ്. നെയ്മർ ഗുണ്ടകൻ നല്ലൊരു ചാൻസാണ്. എൻ്റെ മറഡോണ കിട്ടിയിട്ടുണ്ട്. ഗുണ്ടേഗൻ എടോ കിമിച്ച്, മാർട്ടിനസ് ഓക്കെ എംബാപ്പെ ടു കിമിച്ച്. വയസ്സ് ഇതിപ്പോൾ ആര് ഫസ്റ്റ് അടിക്കും ആരടിക്കും എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോട്ടാണ്. കിമിച്ച് എടാ ഇവിടെ ഒരു അപകടം ഉണ്ടെന്ന് എനിക്ക് ജലഹാനല്ലോ അവിടെ വന്നിട്ട് ഇപ്പോൾ പണി ഒപ്പിച്ചാണ്. മാനുലിയർ ടു റൈസ്. എന്തായാലും നമ്മൾ ഒരു ഗോളെങ്കിലും അടിക്കും കേട്ടോ മറഡോണ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റൈസ് വാൽവerde, മെസ്സി ഒരു ത്രൂ പാസ്. ഗുണ്ടേഗൻ ഓക്കെ നല്ല എടാ എൻ്റെ ഓക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടുന്ന ഒരു പാസ് എനിക്ക് തോന്നുന്നു മറഡോണ. ഓക്കെ ബാക്കോട്ട് പോട്ടെ. ഓക്കെ ജലഹാനല്ലു ടു നെയ്മർ. എൻ്റെ ലാൻഡോസ്കി ടു അടുത്ത നെയ്മർ. ഓക്കെ എടാ നോക്കി കളി ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ 73-ാം മിനിറ്റായി. എന്തായാലും അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം. ലാസ്റ്റ് എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് 90-ാം മിനിറ്റ് ആകുമ്പോൾ ആരെങ്കിലും അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഗൈസ് ഇപ്പോൾ ഫ്ലെക്സിബിൾ ഇട്ടുകൊണ്ട് മെസ്സിനെ സബ് ചെയ്ത് എംബാപ്പേനെ ഇറക്കി. ഓക്കെ അപ്പോൾ നിങ്ങൾ ആരുടെ ഫാനാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നെയ്മർ ബെർക്കാംപ് ടു എംബാപ്പെ ഗൈസ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് നമുക്കൊരു എംബാപ്പേനെ കിട്ടിയില്ലേ ഫ്രീ ട്രൈ, അത് നല്ലൊരു കാർഡാട്ടോ. എനിക്ക് കൂടുതലും നമ്മൾ ഈ റാഷ്ഫോർഡിനെ പോലെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിമ്മിച്ച് അടിച്ചു കളഞ്ഞിടാ ഗൈസ്. അപ്പോൾ നോക്കാം. ലിസാൻഡ്രോ മാർട്ടിനസ്, ഡിഡ ടു കിട്ടിയിട്ടുണ്ട്. ഗുണ്ടേഗൻ റോഡ്രിഗറിലേക്ക് പോയി. എംബാപ്പെ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. റോഡ്രിഗർ ടു ജെറാഡ് ഒരു ത്രൂ പാസ്. എടാ ഇവന്മാർ ബെർക്കാംപ്, ഹെർണാണ്ടസ് എൻ്റെ മോനെ കിടലിനൊരു ഷോട്ടാണ്. നെയ്മർ ഓക്കെ ഗൈസ് എന്താവുമെന്ന് അറിയില്ല നോക്കാം. ഓക്കെ കിട്ടിയിട്ടുണ്ട് റോഡ്രിഗർ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ റോഡ്രിഗറിനെ സബ് ചെയ്ത് നന്നായി. കാരണം കുറേ ഒരു ഷോട്ടൊക്കെ അടിച്ചു കളഞ്ഞിട്ടുണ്ട് റോഡ്രിഗർ. ഓക്കെ ഹെർണാണ്ടസ് ഷോട്ട് എടുക്കാൻ സമ്മതിക്കരുത്. ജെറാഡ് ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എംബാപ്പെ ഓക്കെ ഇറ്റ്സ് ഗോൾ ഗൈസ്. ഗോൾ ആക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എംബാപ്പെ ഗോൾ ഗൈസ്. ഗോളാസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ എംബാപ്പെ അടിച്ചു. 87-ാം മിനിറ്റിൽ ചെക്കൻ അടിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മാച്ചിലെ ലാസ്റ്റ് നിമിഷം എംബാപ്പെ ഗോൾ അടിച്ചതുകൊണ്ട് നല്ലൊരു കിടിലൻ പാസ്സായിരുന്നു. എന്തായാലും പറയുകയാണെങ്കിൽ എന്തായാലും സെറ്റാണ് ഗൈസ്. അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് കൊനാമി എന്നൊരു ഇതുണ്ട്. കാരണം എന്തായാലും നിങ്ങൾ വിചാരിക്കുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം എന്താ പറയുക
ഒരു ഇതിൽ സൈറ്റിൽ പറഞ്ഞായിരുന്നു. കാരണം ഈ ഫുട്ബോളിന്റെ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ഗ്രാഫിക്സ് ഒക്കെ ഇതൊക്കെ മൊത്തടക്കം മാറും ഒരാഴ്ച എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗൈസ്. അങ്ങനെ നടക്കട്ടെ. കുറേ ഏറെ ഗ്രാഫിക്സ് വരാനുണ്ടെന്നാണ് പറഞ്ഞത്. ആനിമേഷൻസ് ഒക്കെ കൂട്ടുമെന്ന്. ഓക്കെ, വൈറ്റ് മറഡോണ വീണ്ടും ഒരു ചാൻസ് വരുമോയെന്ന് എനിക്കറിയാം. ഹെർണാണ്ടസ് ടു നെയ്മാർ, ലെവൻഡോസ്കി ഓക്കെ കിട്ടിയിട്ടുണ്ട്. എടാ ഇത് അവസാന നിമിഷം കൊണ്ടേ പണിയാവോ? റോഡ്രിഗർ ഗൈസ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ്, ചെലഹനല്ലു. എടാ അടുത്ത ഷോട്ട് എടുക്കുന്ന ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് അങ്ങനെ നമ്മൾ കഴിഞ്ഞു. എംബാപ്പെ അടിച്ചതുകൊണ്ട് നമ്മൾ ഒരു ഗോളിൽ നമ്മൾ മാച്ച് അങ്ങനെ ജയിച്ചു. അപ്പോൾ എന്താ പറയുക, ഒബ്ജക്റ്റീവ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെന്തായാലും കളിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്കും കുറേ കിട്ടാനുള്ള കോയിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഷോട്ടൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം 5 ഷോട്ട് നമ്മൾ ഒരു ഷോട്ട് അടിച്ചുള്ളൂ. അത് നോക്കണം ഗൈസ്. ഒരു ഷോട്ടിൽ നമ്മൾ ഗോളാക്കി. ഓക്കെ, അപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മീ. ഓക്കെ, ബൈ.